ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. നേരത്തെ തന്നെ സിപിഎം ബിജെപി അന്തർധാര സജീവമാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ചില വിവരങ്ങൾ കയ്യിലുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അതായത് ലോക്നാഥ് ബെഹ്റ പത്മജ വേണുഗോപാലിന്റെ വീട്ടിൽ പോയി സംസാരിച്ചതിന് തെളിവുണ്ടെന്നാണ് കെ സുധാകരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഇതിന്റെ ചിത്രങ്ങൾ പാർട്ടിയുടെ കയ്യിലുണ്ട്. ബെഹ്റ ദൂതനായത് സിപിഎമ്മിന് വേണ്ടിയാണ്. പത്മജ പോയത് യുഡിഎഫിന് ചെറിയ പ്രയാസം പോലും ഉണ്ടാക്കില്ല. വടകരയേക്കാൾ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രയോജനപ്പെടുത്താൻ കഴിയുക തൃശൂരിലാണെന്നും കെ സുധാകരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കെപിസിസി അധ്യക്ഷനും കണ്ണൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ മീഡിയ വണ്ണിനൊപ്പം ചേരുന്നു. ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ, തെരഞ്ഞെടുപ്പ്, LDF അടക്കം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ, ഇവയ്ക്കെല്ലാം കെ സുധാകരൻ മറുപടി പറയും. നമസ്കാരം. ആദ്യം തന്നെ കണ്ണൂരിൽ ഒരു വട്ടം കൂടി വിജയാശംസകൾ. ഒരു ആദ്യഘട്ടത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കെ സുധാകരൻ്റെ മനസ്സ് ഇനി ഒരു വട്ടം കൂടി ലോക്സഭയിലേക്കില്ല, മത്സരിക്കുന്നില്ല എന്നായിരുന്നു. അത് വളരെ അടുത്ത ആളുകളോടൊക്കെ കെ സുധാകരൻ തുറന്നു പറയുകയും ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു? എനിക്ക് എൻ്റെ പാർട്ടിയുടെ വാക്കാണ് അവസാനത്തെ വാക്ക്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി എനിക്ക് തന്നത് ഒളിഞ്ഞ കോൺഗ്രസ് കമ്മിറ്റിയാണ്. എന്നെ താഴെ ഇറക്കണമെന്ന് ആവശ്യപ്പെടുന്ന അധികാരമുള്ളതും ഒളിഞ്ഞ കോൺഗ്രസ് കമ്മിറ്റിക്കാണ്. എനിക്ക് സ്വയം ഇറങ്ങിപ്പോകാൻ അവകാശമില്ല. എന്നെ നിശ്ചയിച്ചത് പാർട്ടിയാണ്. പാർട്ടി മത്സരിക്കണം, കണ്ടസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാർട്ടി പറഞ്ഞാൽ അവസാനത്തെ വാക്ക് പാർട്ടിയുടേതാണ്. അത് ഞാൻ വിധേയനാകും. ഇത് പാർട്ടി കർശനമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. എൻ്റെത് സഹിക്കാം. നമ്മളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫിയെ വടകര കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയല്ലേ. എന്തുമാത്രം റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. വടകരയുടെ കാര്യം നമ്മൾ പറഞ്ഞു. വടകരയിൽ കെ മുരളീധരൻ പ്രചരണം തുടങ്ങിയിരുന്നു. ഇന്നോ നാളെയോ മറ്റോ അവിടെ തെരഞ്ഞെടുപ്പ് റാലികളടക്കം പ്രഖ്യാപിച്ചതായിരുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ മാറ്റം ഏതെങ്കിലും തരത്തിൽ UDFന് തിരിച്ചടിയാകുമോ? ഒരിക്കലും തിരിച്ചടിയാവില്ലെന്ന് മാത്രമല്ല, പ്ലസ് ആണ്. അതിലൊരു തർക്കവും വേണ്ട. അതിന് പ്ലസ് എന്ന് പറയുന്നതിന് മറ്റു പല രാഷ്ട്രീയ ശാസ്ത്രങ്ങളുണ്ട്. അതിനുള്ള പച്ചയെ പറയുന്നില്ല. അതായത് കഴിഞ്ഞ ദിവസം LDF അവരുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ തുടക്കമിട്ടിരുന്നു. പക്ഷേ കേരളത്തിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ചർച്ച, അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, കോൺഗ്രസിന് വോട്ട് ചെയ്താൽ നാളെ അവർ BJPയിലേക്ക് പോകും എന്നതാണ് അവരുടെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി അവർ ഉയർത്തുന്നത്. എങ്ങനെ അതിനോട് മറുപടി പറയും? ഞാൻ ചോദിക്കണം, ആരാണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്? ഒന്ന് അഖിലേന്ത്യാ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കുക. ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ ഈ സാധനം ശക്തമായിട്ട് നിൽക്കുന്നത്? വേറെ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഇല്ലല്ലോ ഈ സാധനം. നോക്കി പൊളിക്കാൽ പട്ടിയായിട്ട് പരതിയാൽ പോലും അതിൻ്റെ വിത്ത് കിട്ടില്ല. ഇപ്പോൾ ബംഗാൾ എന്താ, ഒരു കാലത്ത് ബംഗാൾ അതിൻ്റെ അധീശത്വം മൊത്തം CPMൻ്റെ കയ്യിലല്ലേ. ത്രിപുര അവരുടെ കയ്യിലല്ലേ. അവിടുത്തെ പ്രോപ്പർട്ടികൾ, രാഷ്ട്രീയ പ്രോപ്പർട്ടികളിൽ 95% CPMൻ്റെതല്ലേ. ഇന്നവിടെ പാർട്ടി എവിടെ? അവരൊക്കെ എവിടെ പോയി? എന്താ ഇവർക്ക് ഉത്തരം? അതുപോലെ രാജേന്ദ്രൻ ഇപ്പോൾ അദ്ദേഹം തന്നെ സ്വയം സമ്മതിച്ചിരിക്കുന്നു. ദേവികുളം MLA ഞാനവിടെ പോയി, ഞാൻ ചായ കടിച്ചു എന്നൊക്കെ പുള്ളി എന്നെ പറഞ്ഞിരിക്കുന്നു. ചർച്ച നടത്തി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താ പ്രതികരണം? എന്താ CPMൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉത്തരം പറയാൻ നമുക്ക് സാധിച്ചോ? എന്തുകൊണ്ട് പറ്റില്ല? അതുപോലെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുള്ള സഖ്യം, BJPയുമായിട്ടല്ലേ സഖ്യം? എല്ലാ സ്ഥലത്തും സഖ്യം ആര് തമ്മിലാണ്? BJPയും CPMും തമ്മിലല്ലേ. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. ആ പൊതു താല്പര്യം, പൊതു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അവർ എവിടെയെല്ലാം ഒന്നിക്കുന്നു? പലയിടത്തും ഒന്നിച്ചിട്ടില്ലേ. എന്താ അവർക്ക് അതിന് ഉത്തരം പറയാനുള്ളത്? അവർക്ക് ഒന്നും പറയാനില്ല. അവസരവാദ രാഷ്ട്രീയമാണ് CPMൻ്റെ രാഷ്ട്രീയം. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഞങ്ങൾക്ക് താത്വികമായി അടിസ്ഥാനപരമായി ഒരു വിശ്വാസ പ്രമാണമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ എല്ലാ തീരുമാനങ്ങളും. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ പൽപ്പജയെ കൊണ്ടുപോയ, പൽപ്പജ പോയതിൻ്റെ പിറകിലാരാ? ആ പിറകിൽ ഒരു ദൂതൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ദൂതൻ ആരാ? ആ ദൂതൻ CPMൻ്റെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പൽപ്പജയുടെ വീട്ടിൽ പോയതിനും ഒക്കെ തെളിവുകൾ ഞങ്ങളെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരാണ് കൂടെ എല്ലാ കാര്യത്തിലും നിന്ന ആൾ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ബെഹ്റ ചെയ്തത്? CPMനോട് ലോയൽറ്റി കാണിക്കേണ്ടവൻ എന്തിനാ BJPയോട് ലോയൽറ്റി കാണിക്കാൻ പൽപ്പജയെ കൊണ്ടുപോകുന്നത്? എന്തിനു വേണ്ടിയാ? അപ്പോൾ അതൊക്കെ ഒരു ദൂതനാണ്. അതിനകത്തൊക്കെ ഒരുപാട് അന്തർധാരകളുടെ രാഷ്ട്രീയത്തിൽ. രണ്ട് പാർട്ടിയുടെയും ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബെഹ്റ. ഇപ്പോൾ നമ്മൾ പത്മജയുടെ കാര്യം പറഞ്ഞു. പത്മജ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്
BJP-യിലേക്ക് പോയത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ക്ഷീണമുണ്ടാക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ഫീലിംഗും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ഒരു ചെറിയ ഒരു 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 പ്രയാസം പോലും നമുക്ക് വൽപ്പന പോയത് കൊണ്ട് നമുക്കുണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ മുരളിയെ ഞങ്ങൾ തൃശ്ശൂരിൽ വെച്ചതോടുകൂടി നമ്മൾ സത്യത്തിൽ ഒരു വിപത്തു നിന്ന് രക്ഷപ്പെടുക ചെയ്തെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നടത്തിയ എൻ്റെ ഒരു പഠനത്തിൽ, രാഷ്ട്രീയ പഠനത്തിൽ ഉത്തമ രാഷ്ട്രീയ സ്ഥാനാർത്ഥി മുരളി തന്നെയാണ്. മുരളിയെ കവച്ചു വെക്കാനൊരു സ്ഥാനാർത്ഥി തൃശ്ശൂരിലില്ല. അത് അവിടുത്തെ ജനങ്ങളോട് പോയി ചോദിച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ മെച്ചം എന്താണെന്ന് വലിയ റിസൾട്ടാണ്. നമുക്ക് ഒരു തർക്കവും വേണ്ട. വടകരയേക്കാൾ ഉചിതം തൃശ്ശൂരിലാണ് മുരളി മത്സരം. മുരളിയുടെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ വ്യക്തിത്വം തൃശ്ശൂരിലാണ് നമുക്ക് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്നത്, ബെറ്റർ ദാൻ വടകര. MP രാജേഷ് ഇന്ന് ഉന്നയിച്ച ഒരു ആരോപണം, അതായത് ഷാഫിക്ക് വടകരയിൽ BJP വോട്ട് മറിച്ചു കൊടുക്കുന്നു. പകരം ഷാഫി അവിടെ ജയിച്ച് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ആരോപണമാണ് രാജേഷ്. ആരോപണം ആർക്കും ഉന്നയിക്കാലോ, എല്ലാവർക്കും ഉപയോഗിക്കുക. അവരവർ BJPക്കാരുടെ വോട്ട് വാങ്ങുന്നു. അവരവർ ഈ കാണിക്കുന്ന രാഷ്ട്രീയ പ്രകടനത്തും കോൺഗ്രസിനൊരു താത്വികമായ കാഴ്ചപ്പാട് എല്ലാറ്റിലും ഉണ്ട്. പാർട്ടി നേതാക്കന്മാർക്ക് മാത്രമല്ല, അണികൾക്കുണ്ട്. അണികൾ അങ്ങനെ ഒരു തെറ്റായ നടപടി നേതാക്കന്മാരെടുത്താൽ അത് ചോദ്യം ചെയ്യുന്ന ഒരു അണികളാണ് കോൺഗ്രസിൻ്റെ അണികൾ. കോൺഗ്രസിന് നേരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനൊന്നും ഇവർക്ക് കരുത്തില്ല, ഇവർക്ക് ധാർമ്മികതയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അവർ തമ്മിൽ സഖ്യത്തിലല്ലേ, ആർക്കാ അറിയാത്തത്? പരസ്പര ധാരണയിലല്ലേ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരിക്കുന്നത്? എല്ലാ ആളുകൾക്കും അറിയാലോ. ആ ആരോപണം ഉയർന്നപ്പോൾ നിഷേധിക്കാൻ പോലും ഒരു പാർട്ടി CPM-ഓ അല്ലെങ്കിൽ മറ്റോ BJPക്കാരോ തയ്യാറായിട്ടില്ലല്ലോ. അത്രമാത്രം ജനങ്ങൾക്ക് കൺവിൻസ്ഡാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആ സഖ്യം ഉണ്ടാക്കിയത് അവരാ അനുഭവം വെച്ച് ഞങ്ങളെ വിലയിരുത്തുക. ഞങ്ങൾ അവിടെയല്ല, ഞങ്ങൾ വളരെ അകലെയാ. അതെ, അത് കോൺഗ്രസിൻ്റെ നേരെ അത് കെട്ടിവെക്കാൻ നോക്കണ്ട. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് നിങ്ങൾ ചുമലിൽ വെച്ചാൽ മതി. കോൺഗ്രസിൻ്റെ തലയിൽ ഇത് വെക്കാൻ ശ്രമിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ അവസാനിപ്പിക്കാം നമുക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ 20-20 UDF-ന്റെ പ്രതീക്ഷ? അതെ, അത് ഞാൻ നേരത്തെ പറയുന്നതാണ്. ഈ പറയുന്ന എല്ലാം നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റും മാറ്റങ്ങളും തിരുത്തലും എല്ലാം ഒരു MP സ്ഥാനം രക്ഷപ്പെടുത്തണം എന്ന നിർബന്ധവും വാശിയുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ടാർഗറ്റ് 20 ഔട്ട് ഓഫ് 20 ആണ്. അതിപ്പം നമുക്ക് കൂടുതൽ എളുപ്പമായി എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. പിന്നീട് ഞങ്ങൾ ഇരുന്ന അവസാനത്തെ ഒരു മിനിക്ക് ചർച്ച നടത്തിയപ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നിരിക്കുന്നു. കേരളത്തിൽ നമുക്കത് പ്രാപ്യമാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഇടയ്ക്കുണ്ടായ ഒരു ആരോപണമാണ്, അതായത് നിലവിൽ KC വേണുഗോപാൽ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ സ്വാഭാവികമായും ഈ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടില്ലേ എന്നൊരു ആശങ്ക പൊതുവെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത്? നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ ശതമാനം അനുസരിച്ചല്ലേ ഈ രാജ്യസഭ നമുക്ക് കിട്ടിയത്. ആ സ്ട്രെങ്ത് ഇപ്പോഴും അവിടെയുണ്ട്. മറ്റൊരു കോൺഗ്രസ്സുകാരെ അവിടെ ജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി കോൺഗ്രസിന് എവിടെയുണ്ട്. സീറ്റ് നഷ്ടപ്പെടുകയൊന്നുമില്ല. സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് മൊത്തം നഷ്ടപ്പെടണം. നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ സീറ്റ് നമുക്ക് അവിടെയുണ്ട്. ആ സീറ്റ് വെച്ച് നമ്മളെ വേണുവിൻ്റെ സീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ. പക്ഷെ നമുക്ക് പാർലമെന്റിൽ നല്ല കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് അനിവാര്യമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നമുക്കൊരു പ്രതിപക്ഷം എന്ന നിലക്ക് വേണ്ടത്ര കരുത്ത് കാണിക്കാൻ സാധിക്കാറില്ല. കാരണം അതിനുള്ള നേതൃത്വം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നേതൃത്വം ആവശ്യമാണ്. അത് ഇത്രയും കാലം ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാ ആളുകളുടെ മനസ്സും പിടിച്ചു വരുത്തുവാനാണ് വേണു അതിന് പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ വേണു പാർലമെന്റിൽ വേണം. അത് ഞങ്ങൾ എല്ലാവരുടെയും ആവശ്യമാണ്. അവസാനത്തെ ചോദ്യം, KPCC പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ താൽക്കാലിക ചുമതല ആർക്കെങ്കിലും കൈമാറുമോ? അത് കൈമാറാൻ ഞങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. തീരുമാനിക്കും. ആർക്കും ചാർജ് കൊടുക്കണം എന്തായാലും. കാരണം ഞാൻ കുറേ കൂടെ ഫുൾ ടൈം നിൽക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും കാര്യം വന്നാൽ നോക്കാനൊരാൾ വേണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ താൽക്കാലിക ചാർജ് കൊടുക്കും. അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് KPCC അധ്യക്ഷൻ. കണ്ണൂരടക്കം ഇത്തവണ 20 സീറ്റും നേടാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാത്രമല്ല LDF ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും അദ്ദേഹം കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്, മീഡിയ 1.